ഞാൻ എവിടെ കേട്ടതേ ഓർക്കുന്നു. അതായത് നമ്മൾ മനുഷ്യർ തൊട്ടടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളെപ്പറ്റി അറിയാൻ താല്പര്യപ്പെടാതെ അല്ലെങ്കിൽ സന്ദർശിക്കാതെ ദൂരെയുള്ള കാഴ്ചകളെ ഒരുപാട് ഇഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം കുട്ടനാടായ പുഞ്ചക്കരിയിലേക്കാണ്. ഒരുപാട് തവണ പോയിട്ടുണ്ടെങ്കിലും പുഞ്ചക്കരിയെ കുറച്ചും കൂടെ ഒന്ന് അടുത്ത് അറിയാൻ സാധിച്ചത് ഈ ഇടയ്ക്ക് ഒരു ചെറിയൊരു യാത്ര പോയപ്പോഴായിരുന്നു. എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഹലോ ഗൈസ്, ഗുഡ് ഈവനിങ്. ഇന്ന് ചെറിയൊരു സിറ്റി റൈഡാണ്. നമ്മളിന്ന് പുഞ്ചക്കരി വരെ ഒന്ന് പോവുകയാണ്. സോ ആംബിയൻസ് എങ്ങനെ ഉണ്ടെന്ന് അറിയത്തില്ല. ഞാൻ കരുതി എന്തായാലും വെറുതെ പോകുന്നതല്ല, ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതി. ഒരു ചെറിയൊരു വ്ളോഗായിരിക്കും. ലെറ്റ്സ് ഗോ. ഇവിടുത്തെ റോഡ് ഭയങ്കര സീനാണ് കേട്ടോ. എത്ര വർഷമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. പക്ക ഓഫ് റോഡ്. ഗവൺമെൻറ്റിൻ്റെ വക ഗവൺമെൻറ് തന്നെ ഒരുക്കി തന്നിട്ടുള്ള കിട്ടില്ല ഓഫ് റോഡ്. വാവ്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ ഇത്രയും റോഡ് ടാക്സ് എടുത്ത് നമ്മൾ വണ്ടി ഇറക്കിയിട്ട് നമുക്ക് കിട്ടുന്ന റോഡിൻ്റെ നിലവാരം പെത്തറ്റിക്. ഓ നൈസ് പോപ്പ് ആൻഡ് ബാങ്ക്സ്, സ്മൂത്ത്. ഓ ഗൈസ്, ഇനിയാണ് നല്ല കിട്ടില്ല ഓഫ് റോഡ്. ഇതൊരു വന്നിട്ടുള്ളവർക്ക് മനസ്സിലാവും ഇതിനെപ്പറ്റി, പിന്നെ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇത് ഇവിടെ വന്നിട്ടുള്ളവർക്ക്. അമ്മാതിരി കിട്ടില്ല ഓഫ് റോഡാണ്. ആൻഡ് ഈ ഇടയ്ക്ക് അതിൻ്റെ കിരീടം പാലത്തെക്കുറിച്ചുള്ള ന്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഗവൺമെൻറ് അതിനെ നന്നായിട്ട് കയറിയാൻ പോകുന്നെന്നൊക്കെ പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഇപ്പോഴും ഈ റോഡ് ഇങ്ങനെ ഇപ്പം ചെറിയ മാറ്റമുണ്ട് കേട്ടോ. അതായത് ഇവിടെ ഓടയൊക്കെ നികത്തിയിട്ടുണ്ട്, മെറ്റലൊക്കെ ഇട്ടിട്ടുണ്ട്, ഭാഗ്യം. എന്തല്ലേ ഓരോരോ അവസ്ഥ നമ്മുടെയൊക്കെ. ഇത്രയും റോഡ് ടാക്സ് കൊടുത്തിട്ട് കിട്ടുന്ന റോഡിൻ്റെ നിലവാരവും, സത്യം പറഞ്ഞാൽ അലോയ് വീൽസും കൂടെ ആയതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ബെർത്തൂടൊക്കെ ഇങ്ങനെ സ്പീഡായിട്ട് പോകുന്നത് എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ ഇതിൻ്റെ ഷോക്ക് അബ്സറും സസ്പെൻഷൻ ഭയങ്കര സ്റ്റിഫിയാണ് വാട്ടെവർ. ക്ലാസിക്കലി ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ഇതിൻ്റെ സസ്പെൻഷനാണ്. ഭയങ്കര ശോകം. വഴിയെക്കുറിച്ച് തന്നെ ഞാനും പറഞ്ഞു, ഇത്രയും റോഡ് ടാക്സ് കൊടുത്തിട്ട് ഇങ്ങനത്തെ ഗവൺമെൻറ് തന്നെ അതെ ബെസ്റ്റ്. പക്ഷെ ഇങ്ങോട്ട് വലിയ പ്രശ്നമില്ല കേട്ടോ. ഇങ്ങോട്ട് നല്ല ഡീസൻ്റായിട്ട് കിടപ്പുണ്ട്. നേരത്തെ മുമ്പ് ഞാൻ വന്ന സമയത്തെന്ന് വെച്ചാൽ ഈ പോർഷനൊക്കെ നല്ല വെള്ളക്കെട്ടൊക്കെ ആയിട്ടുള്ളൊരു സീനായിരുന്നു. ഫൈനലി വി റീച്ച്ഡ് പുഞ്ചക്കരി. നല്ല കാറ്റുണ്ട് കേട്ടോ ഇങ്ങോട്ടൊക്കെ. മാൻ സീൻ. എല്ലാവരും ഇങ്ങനെ നോക്കുമ്പോൾ എനിക്കൊരു ഇതാണ് സത്യം പറയാൻ. ചില സമയം ആൾക്കാരിങ്ങനെ തുറിച്ച് നോക്കുമ്പോഴേ ചില പെൺകുട്ടികൾ പറഞ്ഞതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഇങ്ങനെ ആണുങ്ങളിങ്ങനെ തുറിച്ച് നോക്കുന്നു. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ക്യാമറ വെച്ച് ഇറങ്ങുമ്പോൾ തന്നെ പലരും ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ എനിക്കൊരുമാതിരി സത്യം പറയാൻ. ഈ പെൺകുട്ടികളൊക്കെ അവസ്ഥ എന്താ അല്ലേ. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിയ അയ്യോ. Wow. Wow, wow, wow. Wow. പുഞ്ചക്കരിയെ സുന്ദരിയാക്കുന്നത് മനോഹരമായ പാടങ്ങളും പക്ഷികളും പിന്നെ ആ പച്ചപ്പും തന്നെയാണ്. വൈകുന്നേരങ്ങളിൽ ഒരു ചായയൊക്കെ കുടിച്ച് ഒന്ന് സമാധാനത്തോടൊക്കെ എൻജോയ് ചെയ്യാനും പീസ്ഫുള്ളായിട്ടൊക്കെ ഇരിക്കാൻ പറ്റിയ ഒരു ഇടം തന്നെയാണ് പുഞ്ചക്കരി. അവിടെ ഒരു മൺപാതയുണ്ട്. അതിന് ഇരുവശങ്ങളിലായി നമുക്ക് കായലും കൃഷിയും കാണുവാൻ സാധിക്കും.
ഇനി നമുക്ക് പുഞ്ചക്കരിയിലെ സ്റ്റാറിനെ പറ്റി പറയാം. ദ വൺ ആൻഡ് ഓൺലി കിരീടം പാലം. യെസ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ ആദ്യമേ അതിനെപ്പറ്റി മെൻഷൻ ചെയ്യാത്തത്. ഇവിടെ നിന്നുള്ള സൺസെറ്റൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. ഞാൻ ഇവിടെ സൂര്യോദയം ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. സൂര്യാസ്തമയം കാണാനാണ് പലപ്പോഴായിട്ട് വന്നിട്ടുള്ളത്. നല്ല തണുത്ത കാറ്റ്, അതേപോലെ തന്നെ പക്ഷികൾ ആ സമയത്ത് നന്നായിട്ട് പറന്നു പോകുന്നത് കാണാൻ സാധിക്കും. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഇത് ദേശാടന പക്ഷികളെ ഒരുപാട് കണ്ടുവരുന്ന ഒരു ഏരിയയും കൂടെയാണ് പുഞ്ചക്കരി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആ സൂര്യാസ്തമയ സമയത്ത് അതിൻ്റെ ആ സണ്ണിൻ്റെ ആ ഒരു ഗ്ലേസിങ് ആ വെള്ളത്തിലൊക്കെ അടിച്ച് കാണാനൊക്കെ ഭയങ്കര രസമാണ്. ഭയങ്കര ഒരു ഫീൽ തന്നെയാണ് ആ നേരം അവിടെ നിന്ന് കാണാനായിട്ട്. ഇത്രയും നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് പോലും എന്താണ് പുഞ്ചക്കരിയെ വികസനത്തിൽ നിന്നും തടയുന്നത് എന്നതിന് ഇപ്പോഴും ഉത്തരമില്ല. നല്ലൊരു റോഡില്ല, രാത്രികാലങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റ്സ് ഇല്ല. ഒരുപാട് ആൾക്കാർ സൂര്യോദയവും സൂര്യാസ്തമയവും കാണാൻ വരുന്ന ഒരു ഇടമാണ് പുഞ്ചക്കരി, നല്ല റിലാക്സ് ആയിട്ട്. ബട്ട് വൈ, എന്താണ്, എവിടെയാണ്, ആർക്കാണ് വീഴ്ച പറ്റിയിട്ടുള്ളത്? എന്തൊക്കെയായാലും എന്നെങ്കിലും ഒരു ദിവസം നല്ലൊരു ഡെവലപ്മെൻറ്റ് അവിടെ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ല റോഡും സ്ട്രീറ്റ് ലൈറ്റ്സും ആൾക്കാർക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളും. ആൻഡ് ഞാൻ ആദ്യമേ പറഞ്ഞ ഇതൊരു ചെറിയൊരു യാത്രയാണിത്. ഞാൻ വ്ളോഗ് എടുക്കുകയാണെന്ന് തീരുമാനിച്ചില്ല, എങ്കിലും ജസ്റ്റ് ഒരു വ്ളോഗാക്കി. എനിവേ ദിസ് ഈസ് എ നൈസ് വീഡിയോ. ഞാൻ ഇപ്പോഴും ഈ ഒരു ഡബ്ബിങ് ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും ഞാൻ ഭയങ്കര സന്തോഷിച്ചാണ് സൗണ്ട് കൊടുക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ അത്രയും റിലാക്സ്ഡ് ആയിട്ടും നല്ല എൻജോയ് ചെയ്തും ഉള്ളൊരു വൈബ് തന്നെയായിരുന്നു എനിക്ക് പുഞ്ചക്കരി എന്ന ഈ ഇടയ്ക്ക് പോയിട്ട് കിട്ടിയത്. ഞാൻ ഒരുപാട് തവണ പോയിട്ടുണ്ടെങ്കിലും ഇത്തവണ പോയപ്പോൾ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടാണ് ഇരുന്നത്. കാരണം വലിയ ക്രൗഡില്ലായിരുന്നു, അത് മെയിനായിട്ടുള്ളൊരു കാര്യം. പിന്നെ ഐ ഡോണ്ട് നോ, ഞാൻ വീഡിയോയിൽ ആദ്യമേ പറഞ്ഞ ഒരു കാര്യമായിരുന്നു, ആംബിയൻസ് എങ്ങനെയാണെന്ന് പോലും എനിക്കറിയത്തില്ല എന്ന്. ബട്ട് ഇറ്റ് ഈസ് മൈ ഫേവറേറ്റ് വീഡിയോ എവർ ഇൻ ദിസ് ചാനൽ ഗൈസ്. ആൻഡ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ ഗൈസ്, സ്റ്റേ സേഫ്.